ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഞാനപ്പോൾ ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ടീംസ് എല്ലാവരും കൂടി നമ്മൾ കൊച്ചുകഞ്ഞി വെച്ച് കളിക്കുവാണ് കേട്ടോ. 24 സിനിമയിൽ ആ വാച്ച് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ 2000-ലേക്ക് തിരിച്ചു വെക്കും കേട്ടോ, ഞാൻ ജനിച്ച വർഷത്തിലേക്ക്. ഇപ്പോഴത്തെ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പേടിയാവും. എന്തൊക്കെ നടക്കണം, വെട്ട്, കുത്ത്, കൊല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കല്ലുകളി, തൊങ്കുകളി, സാറ്റുകളി, കഞ്ഞിയും കറിയും വെക്കൽ. ഇപ്പോൾ ഒക്കെ ആരെങ്കിലും വിളിച്ചാൽ വരും, എല്ലാവർക്കും ഫോൺ മതി. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലായിരുന്നു കേട്ടോ മിന്നു ചേച്ചിയും കുഞ്ഞാവയും. അപ്പം ഞങ്ങൾ കളിക്കാൻ നേരത്ത് മിന്നു ചേച്ചിയുടെയൊക്കെ വീട്, അവരുടെ വീട്, എൻ്റെ വീട് കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ മറ്റേ ചെറിയ പൊടിമണലും കൊണ്ട് അരി, പിന്നെ ചിരട്ട കൊണ്ട് ത്രാസ്, ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ അരച്ച് നമ്മൾ താളി പോലെ ആക്കില്ലേ, അത് വെളിച്ചെണ്ണ, ചെറിയ കല്ല്, മിഠായി, ഇല, പൈസ, അങ്ങനെയൊക്കെ കളിച്ചിരുന്നു. അതൊക്കെ എന്ത് അടിപൊളിയായിരുന്നു. പിന്നെ മിന്നു ചേച്ചിയുടെ വീട്ടിലെ പുളിമരത്തിൽ ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പൊക്കത്തിൽ ആടാൻ പറ്റും. ഏറ്റവും പൊക്കം എത്തിയെന്ന് മനസ്സിലാവണത് അപ്പുറത്തെ വീട്ടിലെ മണിച്ചേട്ടൻ്റെ വീട് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും പൊക്കത്തിലാണ് നമ്മൾ ആടണതെന്ന് മനസ്സിലാവണത്. അന്നത്തെ വെക്കേഷൻ ടൈമിലെ മെയിൻ കളിയായിരുന്നു കല്ലുകളി. പ്രായപരിധി ഇല്ലാണ്ട് കാലത്ത് തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്ന് കുറേ കല്ലൊക്കെ പിറക്കി ടീമിനെയൊക്കെ സെറ്റാക്കിയിട്ട് വരും. അന്നൊക്കെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാലോ നിന്നാലോ ആരും നമ്മളെ പിടിച്ചുകൊണ്ട് പോവോ പീഡിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത വെക്കേഷന് സൈക്കിൾ ചവിട്ട്. ഈ വെക്കേഷൻ ടൈമിൽ സൈക്കിൾ ചവിട്ടലിൻ്റെ കാര്യം പറയുമ്പോൾ ആരും എന്നെ മറക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രോ സൈക്കിൾ ചവിട്ടലുകാരിയായിരിക്കും എന്ന് വിചാരിക്കും. അല്ല, ഞാൻ സൈക്കിള് തമ്മിൽ കൂട്ടിയിടിച്ച് ഞാനൊരു കുറച്ച് പൊക്കമുള്ള റോട്ടിൽ നിന്ന് ഒരു വീടിൻ്റെ മുറ്റത്തേട്ട് വീണിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കും. പിന്നെ ആണുങ്ങൾക്ക് ഈ കളി, പെണ്ണുങ്ങൾക്ക് ആ കളി, അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാറ്റ്, ഏറുപന്ത്, കുട്ടിയും കോലും, 7 days, എന്തൊക്കെ കളിയായിരുന്നെന്ന്. പിന്നെ പബ്ജിയുടെ വരവോടുകൂടി കളിക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടോ. പിള്ളേരൊക്കെ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഈ പബ്ജി കളിയായിട്ട് മാറി. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല കേട്ടോ. ഞങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് സാറ്റ് കളി, കുട്ടിയും കോലും, ഏറുപന്ത് അങ്ങനെയൊക്കെ കളിക്കും കേട്ടോ. അപ്പോൾ അന്നൊക്കെ എന്ത് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അധികം പിള്ളേരൊന്നും ആരും പുറത്തോട്ട് കളിക്കാനൊന്നും വിടാറില്ല. കാരണം അതിന് ബാക്കിയുള്ള പിള്ളേർ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അവർ ഫോൺ കൊടുത്ത് വീട്ടിൽ തന്നെ പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്ത് ഇരുത്തിയേക്കുക. പക്ഷെ നമ്മളങ്ങനെ ഫോൺ കുറേയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കരുത്. നമ്മൾ കുറച്ച് നേരം പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും കുറച്ച് ഹാപ്പി ആവും. ആൾക്കാരുടെ മൈൻഡും മെൻറ്റാലിറ്റിയൊക്കെ മാറും. പിന്നെയും വരുന്ന ജനറേഷനെങ്കിലും നമുക്ക് അടിപൊളിയാക്കി എടുക്കണം. ഓക്കെ, ബൈ ഗായ്സ്.